ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടേ ഇതെല്ലാം ഇട്ടിട്ട് പോയേനെ. ആ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് എൻഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ ഇതിനേക്കാളും അപകടകരമായ വേറൊരു തോട്ട്, പ്രശ്നങ്ങളെല്ലാം ശരിയാക്കാൻ ഒരു കുഞ്ഞ്, അതാണ് നിങ്ങൾക്ക് ആവശ്യം. ഇങ്ങനെ കുഞ്ഞ്, മാരേജ് എൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു തോട്ട്, ഇതൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ആവാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനത്തെ തോട്ട്സ് നിങ്ങൾക്ക് റിലേറ്റബിൾ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഡോക്ടർ നിവ ജേക്കബ് സൈക്കാട്രിസ്റ്റ് ആണ്. സോ ഡിവോഴ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ടോക്സിക് മാരേജസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫാക്ടർ കുഞ്ഞാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പിൽ സൊല്യൂഷനായിട്ട് കുഞ്ഞിനെ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സൊല്യൂഷനായിട്ട് കുഞ്ഞ് ആയി കഴിയുമ്പോഴേക്കും സൊല്യൂഷൻ അല്ലാതെ കാര്യങ്ങൾ ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ടോക്സിക് മാരേജസിൽ നിന്നും ഇറങ്ങിപ്പോരാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ കുഞ്ഞുങ്ങൾ ഒരു കാരണമായിട്ട് പറയുന്നതും കാണാറുണ്ട്. സോ നമുക്കൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോരുമ്പോൾ, ആ ഒരു ഡിവോഴ്സ് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ വളരെ മോശമായിട്ട് ബാധിക്കാറുണ്ടോ? അതോ ഒരു ടോക്സിക് മാരേജ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണോ നല്ലത്? ഡിവോഴ്സിനേക്കാളും കൂടുതൽ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലിക്ട്സ് തന്നെയാണ്. സോ നമ്മുടെ പേരൻസ് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ അതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഔട്ട്ലുക്ക്, ഒരു ലവിനെ കുറിച്ചൊക്കെ അവർ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയും പ്രശ്നമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ അതും എങ്ങനെയാണ് ഡിവോഴ്സ് ആവുന്നത് എന്നുള്ളത് കുഞ്ഞുങ്ങളെ എഫക്റ്റ് ചെയ്യും. നമ്മളൊരു റെസ്പെക്ട്ഫുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, കരിവാരി തേക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടി തന്നെ ഡിവോഴ്സ് ചെയ്ത് പോകാം അല്ലേ? അങ്ങനെയാണെങ്കിൽ അതാണ് ആ കുഞ്ഞിന് ഏറ്റവും സേഫായിട്ടുള്ള ഒരു കാര്യം. കോ പേരൻറ്റിങ് നല്ലൊരു കാര്യമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കാരണം അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ കുഞ്ഞിനും ഒരു ഗിൽട്ട് ഫീൽ ഉണ്ടാവും. കുഞ്ഞും ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ പാർട്ടായിട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട്, വളരെ ട്രോമറ്റൈസ്ഡ് ആയിട്ട് വളർന്നു വരും. സോ ഡിവോഴ്സ് എപ്പോഴും ഒരു കുഞ്ഞിന് ചീത്തയല്ല. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഡിവോഴ്സ് തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് ആ ഡിവോഴ്സ് ചെയ്യുന്നത്? റെസ്പെക്ട്ഫുള്ളി ആണോ? മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, കുഞ്ഞിന് ഗിൽട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ മെൻ്റൽ ഹെൽത്തിന് നന്നായിട്ടുള്ള കാര്യം. സോ റെസ്പെക്ട്ഫുള്ളി ആണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് അതൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയൺമെൻ്റ് ആയിരിക്കും കൊടുക്കുക. കുഞ്ഞിന് അതിനോട് അഡാപ്റ്റ് ചെയ്യാനും പിന്നീട് കുഞ്ഞിൻ്റെ ലൈഫ് സെറ്റപ്പ് ചെയ്ത് വരാനും അത് തന്നെയാണ് നല്ലത്. ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ കുഞ്ഞിന് എന്താ പറ്റുന്നത്? കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഫൈറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞിനറിയില്ല ഇത് ഞാൻ കാരണമാണോ ഈ പ്രശ്നങ്ങൾ, ഞാൻ കാരണമാണോ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവുന്നത്. അപ്പോൾ അത് കൊച്ചിന് ഒരുപാട് ഗിൽട്ട് ഉണ്ടാക്കി കൊടുക്കും. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ലവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ കുഞ്ഞ് കണ്ടുപിടിക്കുന്നത് ഇവരിൽ നിന്നായിരിക്കും. ഇതൊന്നും പോരാനിട്ട് എൻ്റെ ഇമോഷൻസ് റെഗുലേറ്റഡ് അല്ല. കാര്യം എപ്പോഴും ആങ്ഷ്യസ് ആണ്, എപ്പോഴും എന്ത് സംഭവിക്കും, എന്ത് റോങ് ആയിട്ട് സംഭവിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്, ഈ പേരൻറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു കുഞ്ഞ്, ഇതൊന്നും കുഞ്ഞിൻ്റെ മെൻ്റൽ ഹെൽത്തിന് നല്ലതല്ല. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ കുഞ്ഞവിടെ ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് കുഞ്ഞിനുണ്ടാകുന്ന പ്രശ്നം. പിന്നെ ഇതെല്ലാം തീർക്കാനായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല വഴക്കാണ്, എന്നാൽ ഒരു കുഞ്ഞെ ആയിക്കോട്ടെ അപ്പോൾ ശരിയാവും എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. കുഞ്ഞായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആ ഒരു ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കുഞ്ഞിൻ്റെ മേലെ അത്രയും ഇമോഷണൽ എക്സ്പെക്റ്റേഷൻസ് കൊടുക്കുക. കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണോ? അല്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാനേ കുഞ്ഞ് സഹായിക്കുള്ളൂ. കാര്യം കുഞ്ഞിന് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും. ആ സമയത്ത് റെസ്പോൺസിബിലിറ്റീസ് കൂടും. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസും ഇമോഷണൽ റെസ്പോൺസിബിലിറ്റീസും ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റീസും കൂടും. ഇത് ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പോൾ കുഞ്ഞ് ഇതിനെല്ലാത്തിനും കാരണമായിട്ടും ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷനായിട്ടും കരുതുമ്പോഴേക്കും കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു അല്ലേ? ആൻഡ് ഇത് കഴിഞ്ഞ് ഇതെല്ലാം വേഴ്സായി കഴിയുമ്പോഴേക്കും ആ കുഞ്ഞ് അതിൻ്റെയും കൂടെ ഭാരം ഏറ്റെടുക്കേണ്ടി വരും അല്ലേ? നമ്മളിപ്പോൾ എന്താ പറയുക, മിണ്ടാതിരിക്കുമ്പോൾ, ഒരു ഹസ്ബൻഡിനോട് മിണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ ഇതെല്ലാം കുഞ്ഞ് അബ്സോർബ് ചെയ്തെടുക്കും അല്ലേ? ആ ഒരു ആങ്സൈറ്റിയൊക്കെ കുഞ്ഞ് ഇൻറ്റേർണലൈസ് ചെയ്യും. അപ്പനോടുള്ള ദേഷ്യത്തിന് അമ്മ മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സൈലൻസ്, ഒരു ടിപ് ടോയിങ്, ഇതെല്ലാം കുഞ്ഞും കൂടെ ഇൻറ്റേർണലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയുന്നു എന്ന് വിചാരിക്കുക, അത് കുഞ്ഞിന് ഞെട്ടലുകൾ ഉണ്ടാക്കും, കുഞ്ഞിന് അത് ആങ്സൈറ്റി ഉണ്ടാക്കും. അല്ലെങ്കിൽ കുറച്ച് വലുതായി കഴിയുമ്പോഴേക്കും ഈ കൊച്ച് അപ്പൻ്റെയോ അമ്മയുടെയോ എഗെയിൻസ്റ്റൊക്കെ
നിന്ന് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. ഇതെല്ലാം ആ ഒരു കുഞ്ഞിനെ കുഞ്ഞായിട്ടിരിക്കാൻ അനുവദിക്കാതെ കുഞ്ഞിനെ ഒരു പേരൻ്റാക്കാൻ, ഒരു ട്രോമറ്റൈസ്ഡ് ഒരു കിഡാക്കി, ട്രോമറ്റൈസ്ഡ് അഡൾട്ട് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നോക്കുക, പറ്റുന്നില്ലെങ്കിൽ അത് എൻഡ് ചെയ്യാൻ നോക്കുക. ഇനി അതിന് സൊല്യൂഷനായിട്ടൊരു കുഞ്ഞിനെ ഒരിക്കലും കൺസിഡർ ചെയ്യാതിരിക്കും. എന്താണ് ഇനിയിപ്പോൾ കുഞ്ഞ് വന്നു പോയി, അത് കഴിഞ്ഞാണ് ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായത്, എന്ത് ചെയ്യാൻ പറ്റും പേരൻസിന്? നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കുഞ്ഞിലോട്ട് കൊടുക്കാതിരിക്കുക. കുഞ്ഞാണ് ഇതിനെല്ലാം റെസ്പോൺസിബിൾ എന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. ആൻഡ് കൊച്ചിനോട് പറയുക, അവൻ കാരണമല്ല അല്ലെങ്കിൽ അവൾ കാരണമല്ല, ഇത് എല്ലാം ഞങ്ങളുടെ പ്രശ്നങ്ങളാണ്, പക്ഷേ നിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് എന്ന് അതിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കണ്ടിന്യൂ ചെയ്ത് പോകാനെങ്കിൽ റെസ്പെക്ട്ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്യുക ആൻഡ് കോ പാരൻറ്റിങ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ തെറപ്പി എടുക്കുക. രണ്ടുപേരും ഹീലിംഗ് ചെയ്യുക, രണ്ടുപേരും റെസ്പെക്ട്ഫുള്ളായിട്ട് മറ്റേ ആൾക്കാരെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇമോഷണൽ സേഫ്റ്റിയാണ്. സോ അതിന് ട്രൈ ചെയ്യുക. അത് ബെറ്ററായി കഴിഞ്ഞിട്ട് മതി ഒരു കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ആയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഡിവോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റി വേണം, നല്ല ധൈര്യം വേണം. ആൻഡ് സോഷ്യൽ പ്രഷർ ഉണ്ടല്ലോ സൊസൈറ്റിയിൽ, സ്ത്രീകൾ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയെ കാണുന്ന രീതി, അങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് നമുക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതി, ആ ഒരു രീതിയൊക്കെ പേടിച്ച് ഫുള്ളി കോംപ്രമൈസ് ചെയ്ത് ഇതെൻ്റെ വിധിയായിപ്പോയി, ഇനിയിപ്പോൾ സഹിക്കുക, ഇനിയിപ്പോൾ ജനിച്ചു, കല്യാണം കഴിച്ചു പോയി, കുഞ്ഞായി, ഇനിയിപ്പോൾ എന്താ ആലോചിക്കാനാ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ ജീവിക്കുക, എൻ്റെ വിധി ഇതായിപ്പോയി എന്ന് കരുതി ജീവിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ഫാമിലി ആയിക്കോട്ടെ, തെറപ്പി ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, റൂട്ടീൻ കണ്ടുപിടിച്ച് അങ്ങനെ അതിലോട്ട് നിൽക്കാൻ നോക്കുക. ആൻഡ് ബാക്കിയുള്ള ആൾക്കാരല്ല നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത്. ആൻഡ് ഡിവോഴ്സ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിൽ അത് ചെയ്യാൻ നോക്കുക. ആൻഡ് ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽപ്പ് എടുത്തിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. എല്ലാം ടോളറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഇത് വേഴ്സ് ആവത്തേ ഉള്ളൂ. അത് തന്നെയാണ് ആ കുഞ്ഞും കണ്ടുപഠിക്കാൻ പോകുന്നത്. അത് ആ കുഞ്ഞിൻ്റെ മെൻ്റൽ ഹെൽത്തിനെയും വല്ലാണ്ട് ബാധിക്കും. ആ കുഞ്ഞ് വലുതായി വരുമ്പോൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളത് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ വീഡിയോ ഇന്ന് ടേക്ക് അവേ മെസ്സേജസ് ആയിട്ട് നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ, ഡിവോഴ്സ് ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ എ ടോക്സിക് മാരേജ്. സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ റെസ്പെക്ട്ഫുള്ളായിട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ കുഞ്ഞിനെ രണ്ടുപേരും ഒരുമിച്ച് കോ പാരൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ആൻഡ് അതനുസരിച്ച് പെരുമാറുക, വളരുക. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറിനും വർക്ക് ആവശ്യമായിരിക്കും. റിലേഷൻഷിപ്പ്, ബ്രോക്കൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ല കുഞ്ഞെന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്, അത് കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. നമുക്കതിനെക്കുറിച്ച് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും ജീവിതം റിലേറ്റഡ് ആയിട്ടും ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.